ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിൽ നിന്നും ഒരുപാട് അഭിനേതാക്കൾ അഭിനയിക്കുന്ന രജനീകാന്ത് നായകനെത്തുന്ന തമിഴ് സിനിമയാണല്ലോ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ ജയിലർ 2. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് കേരളത്തിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പാലക്കാട് ഷെഡ്യൂൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പൂർത്തിയായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ തന്നെ മറ്റൊരു ലൊക്കേഷനിലെ ഷെഡ്യൂൾ ഇന്നലെ കോഴിക്കോട് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 20 ദിവസത്തെ ഷൂട്ടിനായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ കോഴിക്കോട് ഉണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2019 മുതൽ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണല്ലോ വെട്രിമാരന്റെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന വാടിവാസൽ. അങ്ങനെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഈ വർഷം ഈ സിനിമ ഷൂട്ട് ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സൂര്യ 45 എന്ന സിനിമയ്ക്ക് ശേഷം സൂര്യ അഭിനയിക്കാനായിട്ടിരിക്കുന്ന സിനിമ ഒരു പക്ഷേ വാടിവാസൽ ആയേക്കുമെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. വാടിവാസലിനോടൊപ്പം പാരലൽ ആയിട്ട് മറ്റൊരു സൂര്യ സിനിമയുടെ ഷൂട്ട് കൂടി നടന്നേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. തുടർച്ചയായി ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നിവിൻ പോളി. നിവിന്റെ കരിയറിലെ തന്നെ വലിയ വിജയം നേടിയെടുത്ത പ്രേമം എന്ന സിനിമയുടെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ നിവിൻ പോളി കോംബോ വീണ്ടും ഒരുമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ കൺഫേം ആക്കപ്പെട്ടതാണ്. ഇപ്പോഴത്തെ അതിന്റെ ഏറ്റവും പുതിയ സൂചനകൾ നിവിൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നൽകിയിരിക്കുകയാണ്. ആട് 3 എന്ന സിനിമയുടെ പൂജാ ചടങ്ങ് ഇന്ന് നടന്നിരിക്കുകയാണ്. മലയാളത്തിലെ അടുത്ത വലിയ സിനിമ കൂടിയാണ് ജയസൂര്യ നായകനെ എത്തുന്ന മിഥുൻ മാനുവൽ തോമസ് നിർമ്മിക്കുന്ന ആട് 3 സിനിമയുടെ പൂജാ ചടങ്ങാണ് ഇന്ന് നടന്നിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് വരുന്ന മെയ് 15 ആരംഭിക്കുന്നതാണ്. ചിത്രം മുൻ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബിഗ് ബഡ്ജറ്റ് ഫാന്റസി സിനിമയാണ് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. കാത്തിരിക്കാം ആട് 3യുടെ കൂടുതൽ വാർത്തകൾക്ക്. ദുൽഖറിന്റെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ യാം ഗെയിമാണല്ലോ. ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഷൂട്ട് നടക്കുന്ന സിനിമയുടെ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ കാര്യവട്ടം സ്റ്റേഡിയത്തിലെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇപ്പോഴത്തെ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഇന്നേ ദിവസം തമിഴിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട റൂമർ അപ്ഡേറ്റ് ആണ്. അത് ശിവകാർത്തികേയൻ നായകനെത്തുന്ന ശിവകാർത്തികേയന്റെ 34ാമത്തെ സിനിമയെക്കുറിച്ചുള്ള റൂമറാണ്. അച്ഛൻ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമ കൂടിയായ ശിവകാർത്തികേയൻ സിനിമയിലേക്ക് ലാലേട്ടന് ക്ഷണം ലഭ്യമായിരിക്കുന്നു. ലാലേട്ടനുമായിട്ട് ചർച്ചകൾ നടക്കുന്നു ഈ സിനിമയ്ക്കായിട്ട് തുടങ്ങിയ റൂമേഴ്സാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഗുഡ് നൈറ്റ് എന്ന തമിഴ് സിനിമയുടെ സംവിധായകനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നേരത്തെ ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുന്നേ AR മുരുകാദോസിന്റെ ശിവകാർത്തികേയൻ സിനിമയിലേക്കും ലാലേട്ടന് ക്ഷണം ലഭ്യമായിരുന്നു. എന്നാൽ ലാലേട്ടൻ അപ്രോച്ച് ടു ഉപേക്ഷിക്കുകയായിരുന്നു. പകരം മലയാളത്തിൽ നിന്ന് ബിജു മേനോൻ അഭിനയിക്കുന്നു എന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇനി ലാലേട്ടന്റെ മലയാളത്തിലെ ഏറ്റവും പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ മോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബോയ് ഡയറക്ടേഴ്സ് ഉള്ള നടനാണല്ലോ ലാലേട്ടൻ. ലാലേട്ടന്റെ മറ്റൊരു ഫാൻ ബോയ് കൂടിയായ ഡിജോ ജോസ് ആന്റണി ഇപ്പോൾ തന്നെ ഒന്നിലധികം തവണ റിജക്ഷൻ ലാലേട്ടനിൽ നിന്നും കിട്ടിയ ഒരു സംവിധായകനാണ്. ഇന്ന് വന്ന റിപ്പോർട്ട്സ് പ്രകാരം ഡിജോ പുതിയ കഥയുമായിട്ട് ലാലേട്ടന് മുന്നിൽ എത്തിയെന്നും ലാലേട്ടൻ അതിനോട് ഗ്രീൻ സിഗ്നൽ നൽകിയെന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. നിലവിൽ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് ഡിജോ ജോസ് ആന്റണി. എന്തായാലും ഭാവിയിൽ ഈ സിനിമ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.